പ്രിയമുള്ളവരെ, വചനജ്വാല 1782 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 18 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നാം ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 23:1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. 3 യുവാക്കന്മാരുടെ കീർത്തനം. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മുൻപേ നടന്നു. തീജ്വാലകളുടെ മധ്യേ നടന്നു. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടുന്ന് സ്തുത്യർഹനാണ്. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ്. അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ. ഞങ്ങൾക്കു വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ നഗരമായ ജെറൂസലേമിന്റെ മേലും അങ്ങനെ തന്നെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത്. ഞങ്ങൾ നിയമം ലംഘിച്ച് പാപത്തിൽ മുഴുകി അങ്ങയിൽ നിന്ന് അകന്നുപോയി. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു. അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല. ഞങ്ങൾ അവ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത്. ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെല്ലാം, ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടെ ആയിരുന്നു. നിയമലംഘകരായ ശത്രുക്കളുടെയും ഏറ്റവും നിന്ദ്യരായ ധിക്കാരികളുടെയും ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജാവിന്റെയും കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇപ്പോഴാകട്ടെ വായ് തുറക്കുന്നതിന് പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ലജ്ജയും അപമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കുന്നു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ തീർത്തും പരിത്യജിക്കരുതേ. അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുതേ. അങ്ങയുടെ സ്നേഹഭാജനമായ അബ്രഹത്തെയും അങ്ങയുടെ ദാസനായ ഇസഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസ്മരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്നും പിൻവലിച്ച് കളയരുതേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ പോലെയും അവരുടെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ മറ്റേതൊരു ജനതയേക്കാൾ എണ്ണത്തിൽ കുറവായി. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ ഇപ്പോഴിതാ ലോകത്തിൽ ഏറ്റവും നിന്ദ്യരായിരിക്കുന്നു. ഇക്കാലത്ത് രാജാവോ പ്രവാചകനോ നായകനോ ദഹനബലിയോ മറ്റു ബലികളോ അർച്ചനയോ ധൂപമോ ഞങ്ങൾക്കില്ല. അങ്ങേക്ക് ബലിയർപ്പിക്കുന്നതിനോ അങ്ങയോട് കാരുണ്യം നേടുന്നതിനോ ഒരിടവും ഞങ്ങൾക്കില്ല. പക്ഷേ മുട്ടാടുകളും കാളകളും 10,000 കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാൽ എന്ന പോലെ
പാശ്ചാത്താപ വിവശനായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു. ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുതേ. അങ്ങയുടെ അനന്തകാരുണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർത്തിക്കണമേ. അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരാകട്ടെ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ സിംബ്രോസയെയും 7 മക്കളെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ഇന്ന്. ട്രാജൻ ചക്രവർത്തിയുടെ മതപീഡനം, ആഡ്രിയൻ ചക്രവർത്തി തന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ ജൂപ്പിറ്റർ ദേവനെയും വിനീസിനെയും പ്രതിമകളെയും വണങ്ങാൻ എല്ലാവരെയും നിർബന്ധിച്ചു. അവർ സമ്മതിക്കാത്തതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി. ഈ വിധവ തന്റെ സമ്പത്ത് മുഴുവനും മതപീഡനം സഹിക്കുന്ന ക്രിസ്ത്യാനികളെ സഹായിച്ചതുകൊണ്ട് ചക്രവർത്തി കോപത്തോടെ ആജ്ഞാപിച്ചു, ദേവന്മാർക്ക് ബലി ചെയ്യുക, അല്ലെങ്കിൽ 7 മക്കളോടൊപ്പം മരിക്കുക. ഇവർ അതും കൂട്ടാക്കാത്തതുകൊണ്ട് അവരെ കവിളിൽ അടിച്ച ശേഷം തലമുടി കെട്ടിൽ തൂക്കി അവിടെ തളച്ചിട്ടു. തുടർന്ന് പീഡനയന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു നീട്ടി ഓരോരുത്തരെയും പീഡിപ്പിച്ച് കൊന്നു കളയുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളായ വിശുദ്ധ സിംബ്രോസയെയും 7 മക്കളെയും അനുസ്മരിച്ചുകൊണ്ട് അവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.